ഹലോ ഗായ്സ് അപ്പം നമ്മുടെ സ്വന്തം ഗ്രാനി ചാപ്റ്റർ 2ലേക്കാണ്. അപ്പോൾ കുറേ പേര് കമൻറ്റിൽ പറയാമെന്ന് ഞാൻ വിചാരിച്ചതാണ്, പക്ഷെ പറഞ്ഞില്ല. എന്നാലും ഞാൻ ചെയ്യുന്നതാണ്. നമ്മൾ ഗ്രാൻഡ് പാരൻറ്റ് ഡോർ എക്സ്കേപ്പും മറ്റേ എക്സ്കേപ്പും ചെയ്തില്ല, മറ്റേ ബോട്ടും. നമുക്ക് ഹെലികോപ്റ്റർ ചെയ്താലോ ഗ്രാനി 2? അപ്പോൾ പോയോ, നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കാതെ ലൈക്കും ചെയ്തോളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കണ്ട ഇതേപോലെ ആയിട്ടുണ്ട്. ഗ്രാൻഡ് പവർ ആ സൈഡിൽ നിൽക്കുന്നുണ്ട്. അയ്യോ, കണ്ടു ഗൈസ്. അങ്ങനെ ഗൈസ് നമുക്കിപ്പോൾ ഗണ്ണ് കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് സെക്യൂരിറ്റിക്ക് എന്തായാലും വേണം ഹെലികോപ്റ്ററൊക്കെ. പിന്നെ നമുക്ക് അയാളെ പോയിട്ടൊന്ന് തട്ടിയിട്ട് അങ്ങനെ നമ്മൾ ഗ്രാൻഡ് പാനെ തട്ടിയിട്ടുണ്ട്. എന്തായാലും അയാളെ നമുക്ക് എന്തായാലും പോയി ഈ ഒരു ഭാഗത്ത് നമുക്ക് വെപ്പൺ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ബ്രാഞ്ച് കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെയാണ് കട്ട് ചെയ്യുക, കാരണം ഗ്രാൻഡ് വരുമ്പോൾ കുറച്ച് സീനാവും. അപ്പം നമുക്ക് ഹെലികോപ്റ്റർ എസ്കേപ്പ് ആണല്ലോ ചെയ്യണേ. അപ്പോൾ നമുക്ക് ഗ്രാൻഡ് പാഡ് പീസ് അവിടെ കൊണ്ടുവയ്ക്കണല്ലോ. അപ്പോൾ നമുക്ക് എല്ലാ പീസും വേഗം പോയി എടുത്തിട്ട് വരാം. എന്തായാലും അയാൾ നമ്മൾ തട്ടിയിട്ടുണ്ട്. വെപ്പൺ നമുക്ക് മറ്റേ ഭാഗത്തുനിന്ന് കിട്ടിയ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു നിങ്ങളോട്. അപ്പോൾ അതിന് അത്രയ്ക്ക് പറയാൻ പറ്റുള്ളൂ. നമുക്ക് നേരെ ഡ്രോപ്പ് ചെയ്തിട്ട് വരാം. ഹായ് ബെസ്റ്റ് പൊട്ടത്തരം കാണിച്ചു വെച്ചു ഗൈസ്. ഇതാണ് ഇങ്ങനത്തെ ഉള്ള നമുക്ക് എല്ലാ സംഭവങ്ങളും കിട്ടിയിട്ടുണ്ട് ഓൾറെഡി. അങ്ങനെ നമുക്ക് എന്തായാലും ഇനി മുകളിലേക്കുള്ള പീസുകളൊക്കെ നമുക്ക് അവിടെ കൊണ്ടിടാം. നമ്മളൊക്കെ എല്ലാ പീസും നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അത് അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്തിട്ട് ചാടിയാൽ മാത്രം മതി, വേറെ പ്രശ്നമൊന്നുമില്ല. എല്ലാ പീസും നമ്മൾ നോട്ട് ചെയ്തുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും ഉണ്ടാവുമ്പോൾ ഉള്ള ഗ്ലാസ് പീസൊക്കെ ആവശ്യമുള്ള സാധനം തന്നെയാണ്. നമുക്ക് അങ്ങോട്ട് കിടക്കണമെങ്കിൽ ആ ഗ്ലാസ് ബോക്സ് വെച്ചിട്ടാണല്ലോ കിടക്കാം. അപ്പോൾ നമുക്ക് വെറൈറ്റി എസ്കേപ്പ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് PCGയിൽ മാത്രമേ പറ്റുള്ളൂ എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അപ്പോൾ PCGയിൽ നമുക്കില്ല. നമ്മൾ വലിയ യൂട്യൂബറൊക്കെ ആകുമ്പോൾ നമുക്ക് ചെയ്യാം. ഇപ്പം പറ്റില്ല. പക്ഷേ ഗൈസ് ഇപ്പം എന്നോട് ദൈവത്തോർത്ത് ഇങ്ങനെയൊന്നും പറയരുത്. വെറൈറ്റി എസ്കേപ്പ് അങ്ങനെയൊന്നും പറയരുത് കേട്ടോ, കാരണം എനിക്കിപ്പോൾ PCG ഒന്നും ഇല്ലേ, അതുകൊണ്ടാണ്. നമ്മൾ മുകളിലേക്കുള്ള എല്ലാ ഐറ്റംസും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ പേടിക്കേണ്ട കാര്യമൊന്നും നമുക്ക് വേണ്ടി വരുന്നില്ല. പിന്നെ ഗണ്ണ് ഇപ്പോൾ അപ്പാപ്പനൊന്ന് ജീവനുണ്ടെങ്കിൽ തട്ടിയിട്ട് വരാം മാത്രമേ ഉള്ളൂ പ്രശ്നം. പിന്നെ കൊച്ചുമോൻ്റെ അടുത്ത് നമ്മൾ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ അവൻ്റെ അടുത്ത് പോവാം ചാവള കൊണ്ട്. അങ്ങനെ നമ്മൾ അവനെ തട്ടിയിട്ടിട്ടുണ്ട്. ഇത് കൊച്ചുമോൻ ഓൾറെഡി വെള്ളം വറ്റിക്കാത്തതിനെക്കാട്ടും മുമ്പ് പുറത്തുനിന്ന് പൊട്ടിച്ചത് തന്നെയാണ്, അതുകൊണ്ട് സീനില്ല. നമുക്കിനി സേഫ്റ്റി പോയി തുറന്നിട്ട് വരാം. ഹെലികോപ്റ്റർ കീ അവിടെ ഇരിക്കുന്നുണ്ട്. നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടി ഓൾറെഡി, പക്ഷെ നമുക്കിനി ഒക്കെ കിട്ടി ഓൾറെഡി. അങ്ങനെ നമുക്ക് ഗ്യാസ് ഓയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗ്യാസ് ഓയിൽ അവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെ വേണ്ടെന്ന് ഉദ്ദേശിക്കാം. മറ്റൊരു പീസുകളൊക്കെ എടുത്തിട്ടുണ്ട്. ഗ്ലാസ് പീസ് എടുത്തിട്ടുണ്ട്, ടാപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹെലികോപ്റ്റർ കീ മാത്രം മതി. അപ്പോൾ ഹെലികോപ്റ്റർ കീയും കൂടി എടുത്തിട്ട് നമുക്ക് എസ്കേപ്പ് ആവാട്ടോ. ഹെലികോപ്റ്റർ കീ എവിടെ ഇരിക്കണേ എനിക്കറിയാം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഒരു 5-6 മിനിറ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ കുറച്ച് കൂടിപ്പോയിട്ടുണ്ട്, എന്നാലും ഒന്ന് കാണാൻ ശ്രദ്ധിക്കുക. ഗെയിം താരപുസ്തകത്തേക്ക് നിങ്ങൾ എത്ര മിനിറ്റിൻ്റെ ആയാലും കാണില്ല. അപ്പം എൻ്റെ ഒരു ഈ 5-6 മിനിറ്റിൻ്റെ കണ്ടുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവാൻ പോകില്ല. അപ്പം എല്ലാവരും ഒന്ന് കാണാം. കണ്ടിട്ട് ഞാൻ യൂട്യൂബറാകുമ്പോൾ ചില ദിവസം തരും. അപ്പം തന്നെ എനിക്കൊരു 9 വയസ്സ് വരെ ആയിട്ടുള്ളൂ. അപ്പോഴേക്ക് ഞാൻ ഇങ്ങനത്തെ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാമെന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മളപ്പോൾ കാര്യങ്ങൾ ഫിക്സ് ചെയ്ത് എടുക്കുകയാണ്. അടുത്തത് ഗ്രാൻഡ് പാഡ് പീസാണ്. ഒക്കെ നമുക്ക് മുകളിൽ കൊണ്ടിട്ടിട്ടുണ്ട്. നമുക്ക് വേറെ ഒന്നും ആവശ്യമില്ല.
അപ്പോൾ ആ ലോക്ക് ഇടിച്ചിട്ടുണ്ട്. ഒരു സാധനം കൂടെ കൊണ്ടുവരാൻ കേട്ടോ, മറ്റേ ഷൂട്ട് ഗണ്ണും കൂടെ കൊണ്ടുവരണം. ഷൂട്ട് ഗണ്ണ് മറ്റേ ആ പസ്സിൽ റെഡിയാക്കണല്ലോ, അതിന് ഷൂട്ട് ഗണ്ണ് എവിടെയോ ആവശ്യമുണ്ട്. അതിനായിട്ട് നമുക്ക് ഷൂട്ട് ഗണ്ണൊന്ന് തപ്പേണ്ടി വരും. ഇവിടെ ലാസ്റ്റ് ഞാൻ ഗ്രാൻഡ് പാനെ കൊന്നിട്ടത്, പക്ഷെ ഇവിടെ കാണാനില്ല, ഇതിനുള്ളിലും കാണാനില്ല. വേറെ എവിടെ ഉണ്ടാവുന്ന ആർക്കറിയാം ഗൈസ്. ഇവിടെ എവിടെയും ഇല്ലല്ലോ ഷൂട്ട് ഗണ്ണ്. ആ കൊച്ചുമോൻ്റെ അവിടെ എടുക്കണ്ടാവുന്ന തോന്നുന്നു. ആരും കാണാണ്ട് കണ്ടിട്ടില്ല. ഭ്രാന്തനെങ്ങാനും കണ്ടാ പോയിട്ടുണ്ടത്. കൊച്ചുമോൻ്റെ അത്തോണ്ടെന്ന് പ്രശ്നമില്ല. ഇതേ കൊച്ചുമോൻ്റെ അവിടെ എടുക്കുന്നുണ്ട്. പിന്നെ ഗണ്ണും കൂടെ അവിടെ കൊണ്ടുപോകാൻ മാത്രം മതി. എമൗണ്ട് ഒന്നും നമുക്ക് ആവശ്യമില്ല, എമൗണ്ടിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. നമുക്ക് നേരെ ഹെലികോപ്റ്ററിൻ്റെ ആ ഭാഗത്തേക്ക് ഒന്ന് പോവാം, സാധനങ്ങളൊക്കെ ഒട്ടിച്ചെടുക്കാം. ഇത്ര പരിപാടി അവനെ തട്ടിവിട്ട് വരാം. നമുക്കിത് നമ്മുടെ ഗണ്ണിലെ എമൗണ്ട് ഒന്നും ഇടണ്ട, അതല്ല ഇപ്പോൾ പ്രധാനം. നമുക്ക് വേഗം പോകണം, നമുക്കൊരു സ്ഥലം വരെ പോവാണ്ട്. അമ്മ വീട്ടിലെന്താ പെരുന്നാളാണ്ടാണ്, അതുകൊണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞില്ല അവിടെ ഒരു പസ്സിൽ റെഡിയാക്കാനാണ്. അതിനാണ് ഈ ഒരു ഗണ്ണ് ആവശ്യം. നമ്മൾ ഒറ്റയടിക്ക് ഉന്നം കിട്ടുമെന്ന് നോക്കാം കേട്ടോ. നമുക്ക് എമൗണ്ട് ഇവിടെ സ്റ്റോക്ക് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്കത് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് വെക്കാം. ആ ഒന്നിരുന്നു അടുത്ത് നോക്കാം. അങ്ങനെ നമുക്ക് മൂന്നാമത്തെയും കൂടെ വെടിവെച്ച് കഴിഞ്ഞു. അടുത്തതാണ് മൂന്നാമത്തെ പൊട്ടാൻ പോണ. ഓക്കെ, ഈ ലോക്കും വെടിവെച്ചിട്ടുണ്ട് നമ്മൾ. അങ്ങനെ ഈ ലോക്ക് നമ്മൾ വെടിവെച്ചിട്ടുണ്ട്. നമുക്ക് നേരെ ഗ്ലാസ് വയ്ക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളും കൂടെ കൊണ്ടുവന്നു ഒട്ടിക്കും. അങ്ങനെ പരിപാടി എനിക്ക് പെട്ടെന്ന് പോകണം. ഓൾറെഡി സമയമില്ലാണ്ടാണ് ഞാൻ ഈ പരിപാടികളൊക്കെ കാണിച്ചത്. നേരില്ലാണേ, അതാണ് സംഭവം. വേഗം പോയിട്ട് വരാം, ഇല്ലെങ്കിൽ പണി കുറച്ച് നല്ല പണി. ഹെലികോപ്റ്ററിന് 4 സാധനം പോരാ. ഫസ്റ്റ് തന്നെ വേണ്ടത് ഗണ്ണാണ്. ഏതെങ്കിലും ഒരു ഗണ്ണ് ഹെലികോപ്റ്റർ സ്കെയിൽ, എന്നാലാണ് ഗ്രാൻഡ് പാനെ കൊല്ലാൻ പറ്റുക. ഗ്രാൻഡ് പാനെ കൊന്നിട്ടാണല്ലോ ഈ സെക്യൂരിറ്റി ഇതേപോലത്തെ പരിപാടികൾ. നമുക്ക് ഗ്യാസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഫുൾ ഗ്യാസ് ഓയിലും ഒഴിച്ചിട്ടുണ്ട്, ഒഴിച്ചെടുക്കാറായിട്ടുണ്ട്. നമുക്ക് ആവശ്യമില്ല. ഹെലികോപ്റ്ററിൽ അവിടെ എടുക്കുന്നുണ്ട്. നമുക്ക് നേരെ ടപ്പ് എടുക്കാൻ പോവാം. ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. ഓക്കെ, നല്ല സ്പീഡ് കൂട്ടാൻ വേണ്ടി അപ്പോൾ കുറച്ച് സ്പീഡ് കൂട്ടും. ഇത് മറ്റേ തിരിയണ സംഭവത്തിൻ്റെ ആയിരുന്നല്ലേ, അത്ര മതി. അപ്പം ഇത് സ്പീഡ് കൂടുന്നുണ്ട് നല്ല. അപ്പം പിന്നെ ഇത് മേടിക്കില്ല. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ നേരമായിട്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പറന്ന് പോവാണ്. Grandpa and Granny, tata, bye bye, see ya and catch out. അവിടെ നോക്കി നിന്നോടാന്ന് വെച്ചിട്ട്